നമസ്കാരം ഷാജ. ഫസ്റ്റ്ലി ഒരുപാട് നന്ദി. ഇത്ര വലിയൊരു വരവേൽപ്പും നേരത്തെ ഉണ്ടായിരുന്ന വണ്ടർഫുൾ പെർഫോമൻസ് ഫ്രം ദി ഡാൻസ് ഗ്രൂപ്പ് ആൻഡ് ഫോർ ദി AV that you put out. ശരിക്കും ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, ഒരു നടനോ നടിയോ നമ്മുടെ കരിയറിനെ കുറിച്ച് അങ്ങനെ എന്നും ചിന്തിക്കാറൊന്നുമില്ല. ഇങ്ങനെ പലപ്പോഴൊക്കെ കാണുമ്പോഴാണ് കുറേ വർഷമല്ലേ നമ്മൾ തന്നെ ആലോചിക്കുന്നത്. സോ താങ്ക് യു ഫോർ ദി ട്രിപ്പ് ഡൗൺ മെമ്മറി ലെയിൻ. ഞാനിന്ന് ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഇൻഫോർമലാണെന്ന് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഓണം ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റിയുമായി ഞാൻ ആഘോഷിക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനെയാണ് ഓണം ആഘോഷിക്കേണ്ടത്. വീടുകളിലെ ആഘോഷം തീർച്ചയായിട്ടും വേണം, പക്ഷെ ഓണം ഒരു സാമൂഹിക ആഘോഷമാണ്, ഒരു കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് നമ്മൾ മലയാളികൾ, ലോകത്ത് എവിടെയുമുള്ള മലയാളികൾ ഒന്നിച്ചുകൂടി ഒരുമിച്ച് ആഘോഷിക്കേണ്ട ഒരു വലിയ സന്തോഷമാണ് ഓണം. ഓണത്തിന്റെ ഐതിഹ്യം നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്, നാടും നാട്ടുകാരും എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്ന്. അതുകൊണ്ട് ഈ ഓണം പ്രവാസി മലയാളികൾക്കൊപ്പം ഇവിടെ ഷാർജയിൽ നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വിഷ് യു ഓൾ വെരി വെരി ഹാപ്പി ഓണം. സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും പറഞ്ഞ ഓണവും ഒരു വർഷവും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരുപാട് ആഘോഷങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കൂടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഇനിയും സിനിമകൾ, ഇനിയും സിനിമ എക്സ്പീരിയൻസുകൾ എന്നിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. Thank you once again for the wonderful reception. It's just a joy being here. Thank you so much. Thank you for being here. It's a proud privilege to have you here. പ്രത്യേകിച്ച് ഓണത്തിന് പൃഥ്വിയെ നമുക്ക് കിട്ടിയെന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ട്രെയിലർ കണ്ടു, വിലായത്ത് ബുദ്ധ. That's your next release, അല്ലേ? അതെ, അടുത്ത റിലീസ് ആവുന്ന സിനിമയാണ്. അത് ക്ലോസ് ടു യുവർ ഹാർട്ട് കൂടിയാണ്. കാരണം സച്ചി എഴുതാനല്ല, സച്ചി സംവിധാനം ചെയ്തിരുന്ന സിനിമയാണ്. ഞങ്ങൾ ആക്ച്വലി അയ്യപ്പനും കോശി എന്ന സിനിമയ്ക്ക് ശേഷം സച്ചി അടുത്ത് ചെയ്യാനുള്ള സിനിമയാണല്ലോ. പക്ഷെ ആ സമയത്താണ് ആദ്യമായിട്ട് സച്ചി എന്നോട് ആ സിനിമയുടെ റിലീസിന് ശേഷമാണ് ആദ്യമായിട്ട് സച്ചി ആ കഥ എന്നോട് പറയുന്നത്. നിർഭാഗ്യവശാൽ സച്ചി നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ ഒരു വലിയ സന്തോഷമുള്ളത്, സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ലൂസിഫറിലും റോഡാഡിയിലും എന്നോടൊപ്പം എൻ്റെ ടീമിലുണ്ടായിരുന്ന എൻ്റെയും അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാരുടെ ആദ്യത്തെ സിനിമയാണ് വിലായത്ത് ബുദ്ധ. എനിക്ക് തോന്നുന്നു പുസ്തകം വായിച്ചിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ടാകും. അപ്പൊ ആ ഇന്ദുഗോപന്റെ ആ കഥ, പുസ്തകത്തിലെ ആ കഥ, മോഹനനും ഭാസ്കരൻ മാഷും തമ്മിലുള്ള ആ കഥ സിനിമാവിഷ്കരണം എന്ന രീതിയിൽ കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ ചേർത്ത് അതൊരു എന്റർടൈനിങ്, ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന നിലയിൽ ഒരു സിനിമയായി ജയൻ നന്നായി എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ടും ജയൻ ഒരു കണക്കിൽ പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു ശിഷ്യനും ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫിലിം. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളുടെ ആദ്യത്തെ സിനിമയല്ലേ. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ അസിസ്റ്റൻസിനോടും പറയും, നിങ്ങൾ എല്ലാവരും എന്നെ വെച്ച് വേണം കേട്ടോ ആദ്യത്തെ സിനിമ എടുക്കാം. അങ്ങനെ സംഭവിച്ചൊരു പ്രോജക്റ്റ് നൽകി വലിയ സന്തോഷം. ഹോപ്പ്ഫുള്ളി വെരി സൂൺ അതിൻ്റെ റിലീസ് ഡേറ്റ് ഫിക്സ് ആവും. ഫിക്സ് ആയി കഴിഞ്ഞാൽ എല്ലാവരും കുടുംബസമേതം തിയേറ്ററുകളിൽ പോയി ആ സിനിമ കാണണം. ആൻഡ് ഇൻ എ ലോട്ട് ഓഫ് വേസ് ആ സിനിമ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സച്ചിക്കുള്ളൊരു ട്രിബ്യൂട്ട് കൂടിയാണ്. സോ ഐ ഹോപ്പ് സച്ചി യു ആർ വാച്ചിങ് ദിസ്. താങ്ക് യു.